ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന PV അൻവർ MLA. തന്റെ പരാതിയിൽ അന്വേഷണം നടത്താതെ സമാന്തരമായി മറ്റൊരു അന്വേഷണം നടത്തി തെളിവ് നശിപ്പിക്കാനുള്ള നീക്കം ADGP നടത്തുകയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഫയലുകൾ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്കെത്താതെ പിടിച്ചുവെക്കുകയാണെന്നും PV അൻവർ MLA ആരോപിക്കുന്നു. ഞാൻ കൊടുത്ത തെളിവുകളുടെ അതിന്റെ ബേസിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം സംസ്ഥാനത്ത് വേറൊരു പാരലൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെളിവുകളൊക്കെ ആരാണ് എനിക്ക് തന്നത്? ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിശ്ചയിച്ച DGPയുടെ നേതൃത്വത്തിലുള്ള SIT ടീമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ MR അജിത് കുമാറിനോടൊപ്പം നിൽക്കുന്ന ചില പോലീസ് ഓഫീസർമാർ ഈ തെളിവുകൾ എനിക്ക് തന്ന ആളുകളെ തേടി അന്വേഷണം നടത്തുകയാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? തെളിവ് നശിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനല്ലേ പോകുന്നത്? ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും ലോ ആൻഡ് ഓർഡറിൻ്റെ ഈ പൊസിഷനിൽ ഇരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്ന ആളെ സസ്പെൻഡ് ചെയ്യണം, അല്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ഈ വിമർശനം ഉണ്ടാക്കാൻ ഈ 8 ദിവസം ഈ ഫയൽ എന്തിനാണ് ഈ P. ശശി പിടിച്ചു വെച്ചത്? ഇദ്ദേഹം മറ്റാരുടെയെങ്കിലും ചാരനായിട്ടാണോ അല്ലെങ്കിൽ ഇന്ന് മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നതുപോലും പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട്. അഷ്കർ അലി കരിമ്പ നൽകും കൂടുതൽ വിവരങ്ങൾ. ഗുഡ് ഈവനിംഗ് അഷ്കർ അലി. PV അൻവർ തൊടുത്തുവിട്ട ആരോപണങ്ങളിൽ ഇപ്പോഴിതാ വിജിലൻസിന്റെ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഇന്ന് അന്വേഷണം പെട്ടെന്ന് പൂർത്തിയാക്കണം എന്ന് DGPയുടെ അടക്കം നിർദ്ദേശിക്കുന്നു. അതെല്ലാം സംഭവിക്കുമ്പോഴും PV അൻവർ ആവശ്യപ്പെടുന്നത് ഇരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന്, അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താതെയുള്ള അന്വേഷണം കൊണ്ട് എന്താണ് കാര്യമെന്ന ചോദ്യമല്ലേ? സുജ, തീർച്ചയായും അതിപ്രധാനമായ 3 വിഷയങ്ങൾ ഊന്നിക്കൊണ്ടായിരുന്നു ഇന്ന് PV അൻവറിന്റെ പ്രതികരണം. അതിൽ ഒന്നാമത്തേത് സൂചിപ്പിച്ചതുപോലെ തന്നെ ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യത്തിൽ PV അൻവർ MLA ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. നേരത്തേക്ക് ഈ ADGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്നും താൽക്കാലികമായെങ്കിലും മാറ്റി നിർത്തണമെന്നായിരുന്നു PV അൻവർ ഉന്നയിച്ചിരുന്ന ആവശ്യം. ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി വിജിലൻസ് അന്വേഷണത്തിലേക്ക് ഒരു കേസ് എത്തുമ്പോൾ പ്രാഥമികമായി കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് വിജിലൻസ് ഒരു കേസ് അന്വേഷിക്കുക. സ്വാഭാവികമായും അത്തരം ഘട്ടത്തിൽ വിജിലൻസിന് അന്വേഷണം നടക്കുമ്പോൾ ADGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യമാണ് PV അൻവർ ഉന്നയിക്കുന്നത്. രണ്ടാമത്തേത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ വീണ്ടും അതിഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ MLA ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGP നൽകിയ ശുപാർശ അത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അടക്കം കൈമാറി മുഖ്യമന്ത്രി ഓഫീസിലേക്ക് എത്താൻ വലിയ കാലതാമസം എടുത്തു. 8 ദിവസത്തോളം എടുത്തു. അതിന് പിന്നിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P. ശശിയാണ് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി മാത്രമാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ലഭിച്ചതെന്നും അതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം കഴിഞ്ഞ 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസത്തോളമായി വൈകിയതെന്നും PV അൻവർ ആരോപിക്കുന്നു. ഇത് ആരുടെ ചാരനാണ് P. ശശി എന്ന് വ്യക്തമാകേണ്ടതുണ്ട് എന്നാണ് PV അൻവർ തന്നെ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രത്യേക ദൂതൻ വഴി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകി P. ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷണം വേണമെന്ന് പാർട്ടി സെക്രട്ടറിക്ക് PV അൻവർ പരാതി നൽകിയതിനു ശേഷവും P. ശശിക്കെതിരെയുള്ള അതിഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ PV അൻവർ വീണ്ടും നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ പോലീസ് സേനയിൽ നിലവിൽ PV അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരുന്നു. എന്നാൽ ആ SITയുടെ അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ പോലും അതിന് സമാന്തരമായി പോലീസ് സേനയിലെ മറ്റൊരു വിഭാഗം കൂടി അന്വേഷണം നടത്തുന്നു. ആ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ADGP അജിത് കുമാർ ആണ് എന്നുള്ള ഒരു ഗുരുതര ആരോപണമാണ് PV അൻവർ ഉന്നയിക്കുന്നത്. ഈ സംഘം, ഈ അജിത് കുമാർ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സേനയിലെ തന്നെ ഈ സമാന്തര സംഘം അന്വേഷിക്കുന്നത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം മറിച്ച് അൻവറിന് ആരൊക്കെയാണ് തെളിവുകൾ കൈമാറുന്നതെന്ന് മനസ്സിലാക്കി ആ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങളും ഗൂഢാലോചനയും നടക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരമൊരു വെളിപ്പെടുത്തലുകൾ കൂടി PV അൻവർ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നു. അത്തരത്തിൽ ഈ 3 വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് ഒരേ സമയം മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും P. ശശിയെയും പാർട്ടിയെയും ഒരേ സമയം തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള അതിഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിക്കുന്നത്. തൻ്റെ നിലപാട് ഒരേ സമയം മുന്നോട്ട് പോകാനും ഇല്ലെങ്കിൽ ആരോപണങ്ങൾ കടുപ്പിച്ചുകൊണ്ട് തന്നെ തന്റെ ആരോപണങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴും PV അൻവർ ശ്രമിക്കുന്നതും. സുജിയ, വിവരങ്ങൾ നൽകിയത് അഷ്കർ അലി കരിമ്പയാണ്. കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് എത്താം.